പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ചപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 4-ാം മാസത്തിൻ്റെ 27-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, ഈ 4-ാം മാസത്തിൻ്റെ ഒടുവിലത്തെ വിശുദ്ധ ആരാധനയുടെ പ്രഭാതമാണല്ലോ. ഒരു ഞായറാഴ്ച പ്രഭാതം കൂടെ കണ്ട് സന്തോഷിപ്പാൻ ദൈവം നമ്മെ ആയുസ്സോടെ ആരോഗ്യത്തോടെ ഒരുക്കിയത് ഓർത്ത് നിറച്ചിയത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. 129-ാം സങ്കീർത്തനക്കാരൻ പാടുന്നു, അവർ എൻ്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു, എങ്കിലും അവർ എന്നെ ജയിച്ചില്ല. ഇസ്രായേൽ എന്ന ജാതി നേരിട്ടെടുത്തോളം യാതനകളും ഉപദ്രവങ്ങളും ലോകത്തിൽ മറ്റൊരു ജാതിക്കും നേരിടേണ്ടതായി വന്നിട്ടില്ല. അവർക്കെതിരെ മിസ്രൈമിൽ വെച്ച് ആരംഭിച്ച പീഡകൾ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് ലോകത്തിൽ ദൈവഭക്തന്മാർക്ക് നേരിടുന്ന ഉപദ്രവങ്ങൾ ചെറുതല്ല. ദാവീദ് പറയുന്നു, എന്നെ ഉപദ്രവിക്കുന്നവരും പരിഹസിക്കുന്നവരും നിന്ദിക്കുന്നവരും മറ്റാരുമല്ല, എൻ്റെ അപ്പം തിന്നവരും എൻ്റെ പാനീയം കുടിച്ചവരും ദാവീദ് സഹോദരങ്ങളെപ്പോലെ കരുതിയവരുമാണ്. ഇന്നും നമ്മെ പരിഹസിക്കുന്നവരും നാം കൂടുതൽ സ്നേഹിച്ചവർ തന്നെയാണ്. അതുപോലെ ദൈവജനത്തിന് നേരിടുന്ന ഉപദ്രവങ്ങൾ പലപ്പോഴും സ്നേഹിച്ചവരിൽ നിന്നും തന്നെ ആയിരിക്കും. യോസഫിനെ ഒന്ന് നോക്കൂ, താൻ സ്നേഹിച്ച സഹോദരങ്ങൾ തന്നെയാണ് തന്നെ ഏറ്റവും ഉപദ്രവിച്ചത്. പ്രിയ ദൈവവേദനെ, പൗലോസ് പ്രകാരം പറയുന്നു, ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം സഹിക്കുവാനും കൂടെ ഞങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. അതുപോലെ ദൈവജനത്തിന് നേരിടുന്ന ഉപദ്രവങ്ങൾ എപ്പോൾ, എങ്ങനെ, എവിടെ വെച്ച് എന്നൊന്നും ആർക്കും പറയുവാനോ ഒന്നും തീർത്തു പറയുവാൻ കഴിയുകയില്ല. എന്നാൽ വചനം ഉറപ്പു പറയുന്നു, നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു, അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു. ലോകം കർത്താവിനെ ഉപദ്രവിച്ചുവെങ്കിൽ നമ്മെയും വെറുതെ വിടുകയില്ല. നീ യോസഫിനെ യോസഫിൻ്റെ മകനല്ലൂടാ, നീ മറിയയുടെ മകനല്ലൂടാ എന്നൊക്കെ ചോദിച്ച് സ്തോത്രം യേശു ക്രിസ്തുവിനെ 30 വയസ്സുവരെ ലോകം ഉപദ്രവിച്ചു കൊണ്ടേയിരുന്നു. ഒടുവിൽ കർത്താവിനെ ദൈവം തന്നെ പറയുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. കർത്താവിൻ്റെ ഉയർച്ചയ്ക്കെതിരായി പ്രവർത്തിച്ച അതേ ആത്മാവ് ഇന്നും ദൈവസഭയിലുമുണ്ട്. സ്വന്തം സഭയുടെ ഉയർച്ചയ്ക്ക് ദൈവമക്കളുടെ കൂടിവരവിന് എതിരായി സ്തോത്രം അപവാദങ്ങളും പരദൂഷണങ്ങളും പറഞ്ഞു നടക്കുന്ന ശത്രു ഇന്നും നമ്മോട് കൂടെ തന്നെയായിരിക്കും. ഈ പ്രതികൂലങ്ങൾ കണ്ട് ഒരു ദൈവവൈതൽ തളർന്നു പോകരുത്. നാം ഉപദ്രവം സഹിക്കുകയും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഒരുപക്ഷെ അവർ മാനസാന്തരപ്പെട്ട് ദൈവ ഭാഗത്ത് വരുവാൻ സംഗതി ഉണ്ടാകും. സ്തോത്രം. ശൗല് ദൈവസഭയെ ഉപദ്രവിച്ചപ്പോൾ ദൈവജനം പ്രാർത്ഥിക്കുവാനിടയായി. അതുതന്നെയാണ് സ്തോത്രം. ഹല്ലേലൂയ. ശൗലിന് മാനസാന്തരമുണ്ടായി, അല്ലെങ്കിൽ പൗലോസിന് മാനസാന്തരമുണ്ടായി. ഈടുറ്റ ലേഖനങ്ങൾ എഴുതുവാനും ദൈവ നാമമഹത്വത്തിനു വേണ്ടി ജീവിക്കുവാനും ഇടയായത്. സ്തെഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നപ്പോൾ അവർക്ക് ഈ പാപം നിർത്തരുതോ എന്ന് പറഞ്ഞ് തൻ്റെ കൊലപാതകൾക്ക് വേണ്ടി അവൻ പ്രാർത്ഥിച്ചല്ലോ. അവൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം പൗലോസ് മാനസാന്തരപ്പെട്ട് ഒരു അപ്പോസ്തലനായി തീർന്നത് തന്നെ. അതുപോലെ നമ്മയും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള കൃപയ്ക്കായി ദൈവത്തോട് ഈ പ്രഭാതം നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവ് മടങ്ങി വരുമ്പോൾ ഉപദ്രവങ്ങളും പീഡകളും അനുഭവിച്ചവർക്ക് ആശ്വാസവും പീഡിപ്പിച്ചവർക്ക് പീഡയും കൊടുക്കുന്ന ഒരു ദിനം നമ്മിൽ സ്തോത്രം മുമ്പിലുണ്ട്. നാം മറന്നു പോകരുത്. അന്തിമ ജയം ദൈവജനത്തിനായിരിക്കും. ആ നല്ല നാളുകൾക്കായി നമുക്കൊരുങ്ങാം, കാത്തിരിക്കാം. പ്രത്യാശയോടുകൂടെ സ്തോത്രം ഈ പ്രഭാതം നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ കടന്നു ചെല്ലാം. ദൈവം ഈ പ്രഭാതം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതേ ദൈവവൈദ്യരെ സ്തോത്രം നമ്മെ കഴിഞ്ഞ നാളുകളിൽ പീഡിപ്പിച്ചവർക്ക് പീഡയുണ്ടെങ്കിൽ നമുക്ക് ദൈവസന്നിധിയിൽ ഒരു ജയമുണ്ട്. അതെ, ഇന്ന് പകലിൽ ഒരു ജയം നമുക്ക് നൽകുവാനിടയാകും. അവർ എൻ്റെ ബാല്യം മുതൽ ഉപദ്രവിച്ചു, എങ്കിലും അവർ ജയിച്ചില്ല. ജയം പ്രാർത്ഥിക്കുന്നവന് വേണ്ടി സ്തോത്രം യഹൂദന് വേണ്ടി ഒരു ജയം ദൈവം കരുതി വെച്ചിട്ടുണ്ട്. ആകയാൽ ഇന്ന് പ്രഭാതം പ്രാർത്ഥനയോടുകൂടെ, പ്രത്യാശയോടുകൂടെ, വിശുദ്ധിയോടുകൂടെ, വേർപാടോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കും. കുഞ്ഞെ, ജയം നമുക്ക് തന്നെയാണ്.
പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്ക് തന്നെയാണ് ജയം. ആകയാൽ ഇന്ന് പ്രഭാതം പ്രാർത്ഥനയോടുകൂടി ദിവസത്തിലായിരിക്കാം. കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നാഥ, അനേക പീഡകളിൽ കൂടെ കടന്നു പോകുന്ന കർത്താവെ, ജോലി സ്ഥാപനങ്ങളിൽ കർത്താവെ, ആമേൻ സ്തോത്രം, ഭവനങ്ങളിൽ ആമേൻ, ഹാലേലിയ രാജ്യങ്ങളിൽ ആമേൻ സ്തോത്രം, കർത്താവെ, ശത്രുവിൻ്റെ പീഡകളിൽ കൂടെ കർത്താവെ, നിന്ദകളിൽ കൂടെ, പരിഹാസങ്ങളിൽ കൂടെ കർത്താവെ, ഉപദ്രവങ്ങൾ, പലവിധമായ ഉപദ്രവങ്ങളിൽ കൂടെ കടന്നു പോകുന്ന കർത്താവിൻ്റെ ദാസിദാസന്മാരെ എല്ലാ ദൈവക്കുഞ്ഞുങ്ങളെ ഓർക്കുന്നു. ആമേൻ സ്തോത്രം. ഈ ദിവസങ്ങളിൽ ആമേൻ തൻ്റെ കുഞ്ഞുങ്ങളുടെ പ്രാർത്ഥനയുടെ മറുപടി ഒരു ജയമായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതം ഒരു ജയത്തിൻ്റെ പ്രഭാതമായി അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദാസിദാസന്മാരെ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണമേ, അനുഗ്രഹിക്കണമേ, മകത്വമെടുക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗാഡ് ബ്ലസ് യു. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, ജയം നമുക്ക് തന്നെയാണ്. പ്രാർത്ഥനയോടുകൂടി ദിവസത്തിലായിരിക്കാം. താങ്ക് യു.